സ്പേസ് എഡ്യൂക്കേഷൻ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന ഭാഗത്ത് നിന്ന് എപ്പോഴും എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് കോപ്പറിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആയത്? ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാലും നമുക്ക്. The E0 Cu2 plus bar Cu is positive 0.34 volt while the E0 values of all the other first row transition elements are negative. എന്താ പറയുന്നത്? നമ്മുടെ 3D സീരീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ സ്കാൻഡിയം തൊട്ട് സിങ്ക് വരെയുണ്ട്. അതിൽ കോപ്പറിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്താണ്? പോസിറ്റീവ് ആണ്. ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്താണ്? നെഗറ്റീവ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടെൻഡൻസിയാണ് പറയുന്നത്. കോപ്പർ 2+ കോപ്പറായി മാറാനുള്ള ടെൻഡൻസി എന്താണ്? എത്രയാണ്? 0.37 വോൾട്ട് ആണെന്ന് പറയുന്നത്. അതായത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ പോസിറ്റീവ് എന്നും റിഡക്ഷൻ പൊട്ടൻഷ്യൽ നെഗറ്റീവ് എന്നും നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ? എന്താണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ പോസിറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത്? അതേപോലെ തന്നെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആണ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം നമുക്ക്. അതായത് ഈ Cu2 plus bar Cu എന്ന് പറഞ്ഞാൽ എങ്ങനെയാ നമ്മൾ പറയാ? ഈ കോപ്പർ 2+ അക്വസ്റ്റേറ്റ് ആട്ടോ, അക്വസ്റ്റേറ്റിലുള്ള കോപ്പർ 2+ എന്താണ്? കോപ്പർ ആയിട്ട് മാറാനുള്ള ടെൻഡൻസി, സോളിഡ് സ്റ്റേറ്റിലുള്ള കോപ്പറായി മാറാനുള്ള ടെൻഡൻസി എത്രയാണെന്നാ പറയുന്നത്? ഈക്വൽ ടു 0.34 വോൾട്ട് ആണെന്നാ പറയുന്നത്. അതായത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടെൻഡൻസി കുറവാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ Cu2+ ഇൻ അക്വസ്റ്റേറ്റ് കോപ്പർ ഇൻ സോളിഡ് സ്റ്റേറ്റ് ആയി മാറാനുള്ള ഈ ഒരു ടെൻഡൻസി കുറവാണ്. അതാണ് പോസിറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ള എല്ലാവർക്കും എന്താണ്? 3D സീരീസിലുള്ള ബാക്കിയുള്ള എല്ലാവർക്കും എന്താണ്? ഈ ഒരു ടെൻഡൻസി കൂടുതലാണ്. അതായത് അവരുടെയൊക്കെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്താണ്? നെഗറ്റീവ് ആണ്. എന്തുകൊണ്ടാണ് കോപ്പറിന് മാത്രം ഈ ഒരു ടെൻഡൻസി പോസിറ്റീവായി മാറിയത്? അതാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചതാണ്. ഓക്കെ, അതിനായിട്ട് ആദ്യം നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഈ സോളിഡ് സ്റ്റേറ്റിലുള്ള കോപ്പർ എങ്ങനെയാണ് Cu2+ ഇൻ അക്വസ്റ്റേറ്റിലായി മാറുന്നത്? ഈ ഒരു കൺവേർഷൻ ആണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഓക്കെ, അതായത് ഈ സോളിഡ് സ്റ്റേറ്റിലുള്ള കോപ്പറിനെ ഡയറക്റ്റ് നമുക്ക് എന്താണ്? Cu2+ ഇൻ അക്വസ് ആക്കി മാറ്റാൻ പറ്റുമോ? സോളിഡ് സ്റ്റേറ്റിലുള്ള കോപ്പറിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റുമോ? ഇലക്ട്രോണിനെ നമുക്ക് റിമൂവ് ചെയ്ത് 2 ഇലക്ട്രോണിനെ നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഈ Cu2+ ആക്കി മാറ്റാൻ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല. നമ്മൾ എന്ത് ചെയ്യണം? അതായത് സോളിഡ് സ്റ്റേറ്റിലുള്ള കോപ്പറിനെ നമ്മൾ ആദ്യം എങ്ങനെയാക്കി മാറ്റണം? ഗ്യാഷ്യസ് സ്റ്റേറ്റിലാക്കി മാറ്റണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മൾ 3rd ചാപ്റ്ററിൽ +1 പഠിച്ചിട്ടുണ്ട് അല്ലെ? ഓക്കെ, അപ്പോ ആദ്യം നോക്കുക. സോളിഡ് സ്റ്റേറ്റിലുള്ള കോപ്പറിനെ ഞാൻ ആദ്യം എന്താക്കിയാ മാറ്റുന്നത്? ഗ്യാഷ്യസ് സ്റ്റേറ്റിലാക്കി മാറ്റണം. ഒറ്റക്ക് അല്ലെ? ആറ്റത്തിനെ ഒറ്റക്ക് നമുക്ക് മാറ്റണം. അതായത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്കാക്കി മാറ്റണം നമുക്ക്. ഓക്കെ, അപ്പൊ സോളിഡ് സ്റ്റേറ്റിലുള്ള കോപ്പറിനെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്കാക്കി മാറ്റണം. അതിന് ഞാൻ കൊടുക്കുന്ന എനർജി എന്താണ്? സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരാളെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്കാക്കി മാറ്റാനായിട്ട് കൊടുക്കേണ്ട എനർജി എന്താണ്? സബ്ലിമേഷൻ എൻതാൽപ്പി അല്ലെ? അപ്പോ എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ എൻതാൽപ്പി. അപ്പോ ഈ സബ്ലിമേഷൻ എൻതാൽപ്പി എന്താ? ഞാൻ അങ്ങോട്ട് കൊടുക്കുന്ന എനർജിയാണ്, അതൊരു പോസിറ്റീവ് വാല്യൂ ആണ്. എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു പോസിറ്റീവ് വാല്യൂ ആണ്. ഞാൻ അങ്ങോട്ട് കൊടുക്കുന്ന എനർജി അല്ലേ? അപ്പൊ അത് എന്താണ്? പോസിറ്റീവ് ആണ് അല്ലെ? ഓക്കെ, ക്ലിയർ ആണല്ലോ? അബ്സോർബ് ചെയ്യുന്ന എനർജി അല്ലേ? അപ്പൊ അത് പോസിറ്റീവ് ആണ്. ഓക്കെ, ഇനി നോക്കുക മക്കളെ, അത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലാക്കി മാറ്റി. ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ഐസൊലേറ്റഡ് സ്റ്റേറ്റിലുള്ള ഗ്യാഷ്യസ് ആറ്റത്തിൽ നിന്ന് എനിക്ക് ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, ഞാൻ കോപ്പറിൽ നിന്ന് ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള കോപ്പറിൽ നിന്ന് ഞാനൊരു ഇലക്ട്രോണെ അങ്ങ് റിമൂവ് ചെയ്യാം. ഓക്കെ, ആ ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ കൊടുക്കുന്ന എനർജി എന്താണ്? അയോണൈസേഷൻ എൻതാൽപ്പി അല്ലേ? അയോണൈസേഷൻ എൻതാൽപ്പി അല്ലേ? It is the amount of energy required to remove an electron from an isolated gaseous atom. എന്താണത്? അയോണൈസേഷൻ എൻതാൽപ്പിയാണ്. അപ്പോ ആദ്യത്തെ ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജി ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി. ഓക്കെ, അപ്പൊ എന്തായിട്ട് മാറി? കോപ്പർ ഗ്യാഷ്യസ് സ്റ്റേറ്റിലെ കോപ്പർ എന്തായിട്ട് മാറി? Cu+ ആയിട്ട് മാറി അല്ലെ? ഓക്കെ, Cu+ ആയി മാറി. എനിക്ക് Cu2+ ആക്കിയാൽ മാറ്റേണ്ടത്. എഗെയിൻ ഞാനൊരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാണ്. എനിക്കിവിടെ നല്ല എനർജി വേണ്ട വരും, നല്ല എനർജി.
ഇനി ഞാനൊരു ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ എനിക്ക് നല്ല എനർജി അങ്ങോട്ട് കൊടുക്കേണ്ട വരും. ഓക്കെ, അപ്പൊ അതെന്താണ് സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പിയ. സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പിയ Cu2+. ഓക്കെ, നോക്കാം, നിങ്ങൾക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിയാൽ തന്നെ അത് മനസ്സിലാവും. കോപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? കോപ്പർ എന്ന് പറഞ്ഞാൽ 3d10 എന്താണ് 4s1. ഓക്കെ, ഇനി ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്ത് ആ കോൺഫിഗറേഷൻ എന്തായിട്ട് മാറി? 3d10 4s0 ആയിട്ട് മാറി. എഗെയിൻ ഞാൻ ഇനിയും ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറും? 3d9 ആയിട്ട് മാറും അല്ലെ. അതായത് ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള ആ കോൺഫിഗറേഷൻ ഞാൻ എന്തായിട്ടാ മാറ്റുന്നത്? 3d9 ആക്കിയാ മാറ്റുന്നത്. അപ്പോ ഞാൻ അത്രയും എനർജി കൊടുക്കണം ആ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്തിട്ട് Cu2+ ആക്കി മാറ്റാനായിട്ട്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ എൻതാൽപ്പി ഓഫ് സബ്ലിമേഷനും ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പിയും സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി എന്താ, ഇവരുടെയൊക്കെ സമ്മ് നോക്കിക്കഴിഞ്ഞാൽ വളരെ വലുതായിരിക്കും. സമ്മ് നോക്കിക്കഴിഞ്ഞാൽ അതായത് ഇവിടെ സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി തന്നെ ഭയങ്കര കൂടുതലാ. ഓക്കെ, അതായത് ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള ആ ഒരു കോൺഫിഗറേഷനെ ഞാൻ 3d9 ആക്കിയാ മാറ്റുന്നത്. അപ്പൊ അത്രയും എനർജി ഞാൻ കൊടുക്കണം, അത്രയും എനർജി അബ്സോർബ് ചെയ്യേണ്ടി വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. ഇനി എനിക്ക് എന്താ ചെയ്യേണ്ടത്? ഇനി എനിക്ക് ഈ ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള Cu2+നെ എന്താണ് അക്വ സ്റ്റേറ്റിലാക്കി മാറ്റണം. അക്വ സ്റ്റേറ്റിലുള്ള Cu2+ ആക്കി മാറ്റണം. അത് ഞാൻ വെള്ളത്തിലിട്ടാ പോരെ അല്ലെ? അക്വസ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ വെള്ളത്തിലിട്ടാ മതി. ഈ Cu2+ ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള Cu2+നെ ഞാൻ വെള്ളത്തിലേക്ക് എടുത്തിട്ടു. അപ്പൊ എന്താണ് Cu2+ അക്വസ് ആയിട്ട് മാറി അല്ലെ? അക്വസ് ആക്കിയിട്ട് മാറി. അപ്പൊ ഇവിടെ എന്താ? ഇവിടെയൊക്കെ ഞാൻ എനർജി കൊടുക്കുക ചെയ്തത് അല്ലെ. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ ഞാൻ വെള്ളത്തിലിടുന്ന സമയത്ത് ഈ Cu2+ന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടർ മോളിക്യൂൾ ഇങ്ങനെ വന്നിട്ട് കിടക്കും. ഓക്കെ, അപ്പൊ അവിടെ എന്താ ചെയ്യുന്നത്? എനർജി അവിടെ റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ എന്താ ചെയ്യുന്നത്? എനർജി അവിടെ റിലീസ് ചെയ്യും. ഓക്കെ, എനർജി ഇവിടെ എന്താ ചെയ്യുന്നത്? റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ റിലീസ് ചെയ്യുന്ന എനർജിയുടെ പേരെന്താണ്? ഹൈഡ്രേഷൻ എൻതാൽപ്പി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹൈഡ്രേഷൻ എൻതാൽപ്പി. അപ്പൊ ഈ ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്താ മക്കളെ? നെഗറ്റീവ് ആയിരിക്കും കേട്ടോ. ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി ഈ പുറത്തേക്ക് വിടുന്ന ഈ ഹൈഡ്രേഷൻ എൻതാൽപ്പി ആണ് ഡിസൈഡ് ചെയ്യുന്നത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആവണോ അല്ലെങ്കിൽ നെഗറ്റീവ് ആവണോ എന്ന്. അതെങ്ങനെയാ? അതായത് ഇവിടെ ഈ റിലീസ് ചെയ്യുന്ന എനർജി ഈ ഒരു വാല്യൂ വളരെ ലെസ് നെഗറ്റീവ് ആണെങ്കിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇനി ഇവിടെ റിലീസ് ചെയ്യുന്ന ഈ ഒരു ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്താണ്? വലിയൊരു നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അതായത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമ്മൾ ഈ കൊടുക്കുന്ന എനർജിയെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഈ റിലീസ് ചെയ്യുന്ന ഹൈഡ്രേഷൻ എൻതാൽപ്പിക്ക് കഴിയണം. ഇപ്പൊ കോപ്പറിന്റെ കേസ് ആണെങ്കിൽ ഞാൻ ഇതിന്റെ സം എടുക്കുകയാണെ. അതായത് എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ പ്ലസ് ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി പ്ലസ് സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി, ഈ 3 എൻതാൽപ്പിയുടെ സം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയൊരു വാല്യൂ കിട്ടുക. കോപ്പറിന്റെ കേസിൽ വലിയൊരു വാല്യൂ കിട്ടുക. ഞാൻ ഏകദേശം ഒരു പ്ലസ് 600 കിലോ ജൂൾ പെർ മോൾ ഞാൻ കൊടുക്കാം. ഓക്കെ, ഇനി ആ പുറത്തേക്ക് കോപ്പറിന്റെ കേസിൽ ഇവിടെ പുറത്തേക്ക് വിടുന്ന ആ ഒരു എനർജി ഈ Cu2+ ഗ്യാസ് Cu2+ അക്വസ് ആയിട്ട് മാറുമ്പോൾ അവിടെ റിലീസ് ചെയ്യുന്ന എനർജി എന്താണ്? അതായത് ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്തായിരിക്കും? ഹൈഡ്രേഷൻ എൻതാൽപ്പി. അവിടെയുള്ള ഹൈഡ്രേഷൻ എൻതാൽപ്പി ഞാൻ ഏകദേശം എത്ര പറയുന്നു? ഒരു -150 കിലോ ജൂൾ പെർ മോൾ ആണ് ഞാൻ പറയുന്നത്. അതായത് ആ കൊടുക്കുന്നത് അത്രയും വലിയൊരു എനർജിയാണ് നമ്മൾ കൊടുക്കുന്നത്. ആ അത്രയും വലിയൊരു എനർജി കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഈ പുറത്തേക്ക് വിടുന്ന ഹൈഡ്രേഷൻ എൻതാൽപ്പിക്ക് പറ്റുന്നില്ല. ഇവിടെ നിങ്ങൾ നോക്കാം 600 വലിയൊരു വാല്യൂ, ഇവിടെ എന്താ -150 ചെറിയ നെഗറ്റീവ് വാല്യൂ. ഓക്കെ, അപ്പൊ ഇത് രണ്ട് കോമ്പൻസേറ്റ് ചെയ്യുന്നില്ല. ഇവിടെ എത്രയാ കിട്ടുക? അപ്പൊ ഇവിടെ കിട്ടുന്നത് +450 കിലോ ജൂൾ പെർ മോൾ. അതായത് ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പൊ ഇവിടെ റിലീസ് ചെയ്യുന്ന ഈ ഒരു ഹൈഡ്രേഷൻ എൻതാൽപ്പിയുടെ വാല്യൂ ആണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആവണോ നെഗറ്റീവ് ആവണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? കോപ്പറിന്റെ കേസിൽ ഈ പുറത്തേക്ക് വിടുന്ന ഹൈഡ്രേഷൻ എൻതാൽപ്പി ലെസ് നെഗറ്റീവ് ആയതുകൊണ്ട് എന്താണ് ഈ ഹൈഡ്രേഷൻ എൻതാൽപ്പി ഈ പറഞ്ഞ
ഈ എന്താൽപ്പി സബ്ലിമേഷനും ഫസ്റ്റ് അയോണൈസേഷൻ എന്താൽപ്പിയും സെക്കൻഡ് അയോണൈസേഷൻ എന്താൽപ്പിയും കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഈ പുറത്തേക്ക് വിടുന്ന ഹൈഡ്രേഷൻ എന്താൽപ്പിക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ് കോപ്പറിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്തായിട്ടുള്ളത്, പോസിറ്റീവ് ആയിട്ടുള്ളത്. അതായത് Cu2+ ഇൻ അക്വസിന് കോപ്പർ ഇൻ സോളിഡ് സ്റ്റേറ്റിലായി മാറാനുള്ള ടെൻഡൻസി എന്തായത് വളരെ കുറവായിട്ട് മാറിയത്. ബാക്കിയുള്ള ആൾക്കാരുടെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഈ പുറത്തേക്ക് വിടുന്ന ഹൈഡ്രേഷൻ എന്താൽപ്പി എന്താ, ലാർജ് നെഗറ്റീവാ. അതുകൊണ്ട് ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്, നോക്കുക ഇതിന്റെ ആൻസർ നോക്കുക. ദിസ് ഇസ് ബിക്കോസ് ഹൈ എനർജി ടു ട്രാൻസ്ഫോം Cu2+ aqueous is not balanced by its hydration enthalpy. ഹൈഡ്രേഷൻ എൻതാൽപ്പിക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതായത് ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഓക്കെ, സോ കോപ്പർ ഡസ് നോട്ട് ഈസിലി റിയാക്ട് വിത്ത് ആസിഡ് ആൻഡ് ലിബറേറ്റ് H2. അതുകൊണ്ട് തന്നെ കോപ്പർ എന്ത് ചെയ്യുന്നില്ല, ഈസി ആയിട്ട് നമ്മൾ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് H2 എന്ത് ചെയ്യുന്നില്ല, ലിബറേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് വേണമെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.